കമ്മട്ടം മലയാളത്തിൽ നിന്നും ഈ ഓണത്തിന് റിലീസായിട്ടുള്ളൊരു ഡയറക്റ്റ് വെബ് സീരീസാണ്. C5-ലാണിത് സ്ട്രീം ചെയ്യുന്നത്. ഷാൻ തുളസീധരനാണ് ഇത് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതൊരു ക്രൈം ത്രില്ലറാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണെന്നുള്ളത്. മലയാളത്തിൽ നിന്നും ഓണത്തിന് പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഡയറക്റ്റ് വെബ് സീരീസാണ്. കഴിഞ്ഞ ആഴ്ച സോണി ലീവിലൂടെ 4.5 സംഘം സംഭവ വിവരണം 4.5 സംഘം എന്ന സീരീസ് റിലീസായിരുന്നു. കൃഷാന്തിൻ്റെയാണ് അതൊരു പ്രോപ്പർ വെബ് സീരീസ് ആയിരുന്നു. മലയാളത്തിൽ നിന്ന് ഇതുവരെ ഒരുപാട് സീരീസുകൾ വന്നിട്ടുണ്ട്. ഈവൻ കേരള ക്രൈം ഫയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ ഒരു മിനി സീരീസ് അല്ല, ഒരു ബിഞ്ച് വാച്ച് ആ ഒരു രീതിയിലാണല്ലോ. 25 മിനിറ്റ് ഒരു എപ്പിസോഡ് അങ്ങനെ 6 ഈ സംഭവ വിവരണം 6 എപ്പിസോഡാണ്. പക്ഷെ അത് 1 മണിക്കൂർ വെച്ച് 1 മണിക്കൂർ 10 വെച്ചുണ്ട്. അപ്പോൾ 6-7 മണിക്കൂറുണ്ട് അത് മൊത്തം. അതുകൊണ്ട് എനിക്കത് കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഒരു എപ്പിസോഡേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി കാണണം, കണ്ട ഉടനെ റിവ്യൂ ഇടാം. പക്ഷേ ഈ സീരീസ് 6 എപ്പിസോഡ് തന്നെ. പക്ഷേ ആകപ്പാട് 1.25 മണിക്കൂർ എന്തേ ഉള്ളൂ. ഫസ്റ്റ് എപ്പിസോഡ് 28 മിനിറ്റ്, സെക്കൻഡ് എപ്പിസോഡ് 20, ബാക്കിയെല്ലാം 10 മിനിറ്റ് 15 മിനിറ്റ് സെറ്റപ്പാണ്. അപ്പം അത് തന്നെ അത് കോമഡി കണ്ടു കഴിഞ്ഞ് അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് നേരം ഉള്ളതെന്ന് ഇത് കണ്ടു തുടങ്ങി. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ഞാനിത് വല്ല ഫോണിലാണ് കാണുന്നത്. ഞാൻ TV-ലാണ് ഇത് കണ്ടത്. ഫോണിലായിരുന്നു കണ്ടിരുന്നതെങ്കിൽ 10 സെക്കൻഡ് വെച്ച് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓടിച്ചു വിടായിരുന്നു. കാരണം ഇത് ഫുൾ സ്ലോ മോഷനാണ്. ഈ സ്ലോ മോഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇതൊരു 10-30 മിനിറ്റ് കുറയും. ഒരു അരമണിക്കൂർ ഷോർട്ട് ഫിലിം, ഒരു 40 മിനിറ്റ് ഷോർട്ട് ഫിലിമിലാവേണ്ട സാധനമാണ്. അപ്പം ഇത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമ OTT-യിൽ ഒ ടി ടിക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഒരു പടം തിയേറ്ററിൽ ഫസ്റ്റ് കോവിഡൊക്കെ ആ ഒരു സമയത്ത് ഫസ്റ്റ് തിയേറ്ററിൽ റിലീസായ സിനിമ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അത് ഇതേപോലെയായിരുന്നു. ഫുൾ ഈ OTT-ക്ക് വേണ്ടി ചെയ്ത് ലാസ്റ്റ് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഈ സ്ലോ മോഷൻ ഇട്ടിട്ട് അങ്ങനെ വെറുപ്പിച്ചൊരു പരിപാടിയാണ്. ഇതും അങ്ങനെ തന്നെ. ഇത് മൊത്തം പരിപാടിയെ വെറുപ്പിയിലായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഇത് എങ്ങനെ പോയാലും ഒരു തുച്ഛമായ പൈസയ്ക്കാണ് ഇത് ചെയ്തത്. എന്നാൽ പിന്നെ കുറച്ചുകൂടെ തുച്ഛമാക്കിയിട്ട് ഇത് നല്ല കഴിവുള്ള ഏതെങ്കിലും പയ്യന്മാർക്ക് ഇത് ഷോർട്ട് ഫിലിം ആക്കാൻ കൊടുത്തിരുന്നെങ്കിൽ, ഈ കണ്ടൻ്റ് അല്ല, ആ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ അവർ ഇതിൽ എന്ത് ഗംഭീരമായിട്ട് എടുത്തു വെക്കും. ഈ ഷാൻ തുളസീധരൻ എന്ത് വൃത്തികെട്ട ഡയറക്ഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് സീരിയലുകൾക്ക് ഇതിലും നിലവാരം ഉണ്ടല്ലോ. ഏഷ്യാനെറ്റിലെ സീരിയലൊക്കെ വിട്ടോ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചാനലുകളിലെ സീരിയലുകൾക്കും ഇതിലും ക്വാളിറ്റി ഉണ്ടല്ലോ. എന്താ ഇതൊരു സീരീസ് ഒന്നുമല്ല. ഇത് തട്ടിക്കൂട്ടി ചെയ്ത ചുമ്മാ ഒന്നിനും കൊള്ളാത്തൊരു സാധനം. ഇതിനെ ഒന്നും ഒരു വീഡിയോ എന്ന് പോലും നമ്മൾ ചുമ്മാ ഫോൺ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയത്തില്ല, അതുപോലും പറയാൻ നിലവാരം ഇല്ലാത്തൊരു സാധനമാണിത്. തട്ടിക്കൂട്ടി സാധനം. ഇതിൽ കമ്മട്ടം ടൈറ്റിലും ആ ടൈറ്റിൽ ഡിസൈനൊക്കെ കാണാം 500-ൻ്റെ നോട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കമ്മട്ടം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മറ്റേ പൈസ തട്ടിപ്പ് അല്ലെങ്കിൽ കള്ളനോട്ടെന്നൊക്കെ വിചാരിക്കും. ഒന്നും ഒരു സംഭവമല്ല. ജസ്റ്റ് ഇത് പൈസ തട്ടിപ്പ് എന്നുള്ളൊരു സാധനം ഇതിൽ വരുന്നുള്ളൂ. പക്ഷെ അത് ഈ നോട്ടുമായിട്ട് ബന്ധമോ ഒന്നുമില്ല. സാധാ ഒരു ക്രൈം. നമ്മളിപ്പോൾ പല സിനിമകൾ ഇങ്ങനത്തെ ത്രില്ലറുകളിലൊക്കെ ഒരു ക്രൈം കാണുമല്ലോ, അങ്ങനത്തെ ഒരു സാധാ ക്രൈം. ഇതിനെന്തിനാണ് ഈ കമ്മട്ടം? വേറെ പേരൊന്നും കിട്ടി കാണത്തില്ല. അപ്പോൾ ചുമ്മാ എന്ത് പേരിടാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആട് 2 കണ്ടെന്ന് തോന്നി ഇവർ. അതിന് കമ്മട്ടം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ആട് 2 കണ്ടുകൊണ്ടിരുന്നതിനിടയ്ക്ക് മറ്റേ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പേരിട്ടാന്ന് തോന്നുന്നു. ഇതെന്ത് C5-ൻ്റെ ഫസ്റ്റ് മലയാളത്തിലെ വെബ് സീരീസാണ്. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എന്ത് കണ്ടിട്ടാണ്, എന്ത് നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സീരീസ് എടുത്തത്? സുദേവ് നായർ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. സുദേവ് നായരാണ് ഇതിലെ ലീഡ് പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ളത്. ആൻ്റോണിയോ, പവർ പേരൊക്കെയാണ് ആൻ്റോണിയോ. പോലീസുകാർക്ക് ഫുൾ നെയിമാണ് ഇതുവരെ അവരുടെ മറ്റേ നെഞ്ചിലെ ചെസ്റ്റിലെ ബാഡ്ജിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ആൻ്റോണിയോ എന്ന് മാത്രം. ഇയാൾക്ക് അച്ഛനില്ലേ? എന്താണ് അങ്ങനെ എഴുതാത്തത് എനിക്കറിയത്തില്ല. ഒരു കുടുംബപ്പേരില്ലേ? കുടുംബം ഇല്ലേ? അനാഥനാണോ? എല്ലാം കൊണ്ടും ഒരു പിടുത്തവും ഇല്ല. അത് തന്നെ തട്ടിക്കൂട്ടിൻ്റെ ഫസ്റ്റ് ലക്ഷണമാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ നമ്മളത് നോട്ട് ചെയ്യും. പുള്ളിയുടെ പെർഫോമൻസ് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ വളരെ മോശം. മറ്റേ പകുതി കാര്യങ്ങളും പുള്ളി പറയുന്നത് തിരിയുന്നില്ല. പുള്ളി ഡബിലിട്ടിരിക്കുന്നത് നമുക്ക് ലിപ്സിങ് കാണുമ്പോൾ അറിയാം. ഇത് വല്ല സിങ് സൗണ്ട് ആയിരുന്നെങ്കിൽ ഇവർ പെട്ടുപോയാൻ, എത്ര ടേക്ക് പോയാനെന്നറിയാമോ. അപ്പോൾ ഓൾറെഡി അറിയാമല്ലോ പുള്ളിയുടെ സൗണ്ട് രസമുള്ള സൗണ്ടാണ്. പക്ഷേ പുള്ളിക്ക് മലയാളം ഫ്ലുവൻ്റായിട്ട് പുള്ളി പറയത്തില്ല. അപ്പം അത് നമുക്കിതിനു മുമ്പ് സിനിമയിലും ബുദ്ധിയുള്ള ഡയറക്ടേഴ്സൊക്കെ അതുകൊണ്ട് തന്നെ ഇയാളുടെ സൗണ്ട് നല്ലതായിട്ട് കൂടെ വേറെ ആൾക്കാരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ അങ്ങനെ. അപ്പോൾ ഇയാൾ എന്ത് മോശം പെർഫോമൻസ് ആണ്. നല്ല ആക്ടർക്ക് മറ്റേ സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ആളല്ലേ. ഇപ്പം എന്ത് കൂടെ അഭിനയമാണ് ഇതിലൊക്കെ കാഴ്ച വെച്ചിരിക്കുന്നത്.
പുള്ളിയെ കൂടാതെ തന്നെ പിന്നെ ഉള്ളത് നമുക്കറിയാവുന്ന കുറേ നമുക്ക് സുപരിചിതമായിട്ടുള്ള മുഖങ്ങളുണ്ട്. അതിൽ തന്നെ പേരെടുത്ത് പറയണം എന്ന് എനിക്ക് തോന്നുന്നത് നമുക്കങ്ങനെ അറിയാവുന്നൊരു ശ്രീരേഖ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇതേപോലെ തന്നെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വെയിലെന്ന് പറയുന്ന സിനിമയിലൊക്കെ കരസ്ഥമാക്കിയ ആളാണ്. പുള്ളിക്കാരിയുണ്ട്. അജയ് വാസുദേവണ്ണനുണ്ട്. പിന്നെ നമ്മുടെ ജിയോ ബേബി ഉണ്ട്. ജിയോ ബേബി ഫുൾ തെറിയാണ്, വാ തുറന്ന ഫുൾ തെറി. ജിയോ ബേബിയാണ് ഇതിൽ തുടക്ക സീനിലൊക്കെ കാണിക്കുന്നത്. പുള്ളിയുടെ ഒരു ക്രൈം, പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ക്രൈമാണ് അന്വേഷിക്കുന്നത്. സാമുവൽ എന്നാണ് പേര്. കോടീശ്വരൻ. പക്ഷേ പുള്ളി ഓടിക്കുന്ന ഒരു ലൊട്ട് സ്കൂട്ടർ. ഭയങ്കര കോടീശ്വരനാണെന്നാണ് പറയുന്നത് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഓടിക്കുന്നത് സാധാ ഒരു ഹെൽമെറ്റും വെച്ച് ഒരു പന്ന സ്കൂട്ടറിലാണ് പുള്ളി ഓടിക്കുന്ന വണ്ടി. അപ്പോൾ അതും പാതിരാത്രിക്ക്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പം സാധാരണക്കാരല്ല, പൈസ ഉള്ളവർക്ക് സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരു നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ നടക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ എഴുതി വിടുന്നതിലല്ലാതെ നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ അത് ഒക്കെ സോൾവ് ചെയ്ത് അതൊക്കെ ക്രാക്ക് ചെയ്ത് നമുക്ക് എഴുതാനുള്ള ഇത് കിട്ടും. ഇതങ്ങനൊന്നും ഒരേ ഫേട്ടും എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഫസ്റ്റ് സീനാണ് കേട്ടോ ഇത്. ഫസ്റ്റ് സീനിൽ ഈ ഒരു കാര്യം കാണിച്ചിട്ട് അടുത്ത സീനിൽ പറയുന്നുണ്ട് ഇയാൾ കോടീശ്വരനാണ്. അപ്പം തന്നെ നമ്മളിത് ആലോചിക്കും ഇതൊന്ന് പൊട്ടത്തരമാണ് ആ ഒരു സാധനം എന്നുള്ളത്. അപ്പം അങ്ങനെ അവിടെ തുടങ്ങി ഫുള്ള് ഇവർ ഈ ഭയങ്കര ക്രൈമൊക്കെ കാണിക്കുന്നത്. കൊലപാതകങ്ങളാണ് 1, 2, 3 അങ്ങനെ തുടങ്ങി ഭയങ്കര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ഒരു സ്ഥലത്തും ഒരു ഇത് അയ്യോ ആരായിരിക്കും ചെയ്തത് ഇത് അതൊന്നും തോന്നത്തില്ല അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആരാ എന്താ സംഭവം എന്നൊക്കെ. പിന്നെ ഇത് 6 എപ്പിസോഡ് ചുമ്മാ വലിച്ചു കിട്ടിയെന്നല്ലാതെ ഇവർ സിനിമയാക്കാൻ വേണ്ടി എടുത്തതാണ്. ഒരു പിടുത്തവും ഇല്ല. കാരണം എപ്പിസോഡ് എൻ്റൊന്നും ഒരിതും ഇല്ലാതെ, പിന്നെ അതുപോലെ തന്നെ 10 മിനിറ്റിലൊക്കെ ഒരു എപ്പിസോഡ് തീരുന്നത് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ഈ യൂട്യൂബിൽ ഇറങ്ങുന്ന മറ്റേ ബിഞ്ച് വാച്ച് മിനി സീരീസിന് വരെ 10-15 മിനിറ്റൊക്കെ കാണുമല്ലോ. 10 മിനിറ്റിലൊക്കെ ഒരു എപ്പിസോഡ് എൻ്റെ ആയിട്ട്. അതും അടുത്ത എപ്പിസോഡിൻ്റെ ഒരു 5-ാം മിനിറ്റ് ആകുമ്പോൾ അവിടെ ഒരു എൻഡ് പോയിൻ്റ് സംഭവം. ഇവർ മിക്കതും സ്ലോ മോഷൻ. ഞാൻ പറഞ്ഞില്ല, ഈ സ്ലോ മോഷൻ മാറ്റിയാൽ തന്നെ പടം 1/2 മണിക്കൂറേ കാണത്തുള്ളൂ. ഒരു 40 മിനിറ്റ് സ്ലോ മോഷനാണ് അനാവശ്യമായിട്ടുള്ളത്. ഈ ഫുൾ സ്ലോ മോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അത് ഇവർക്കൊരു ഗുണമുണ്ടായി. അതുകൊണ്ട് തന്നെ ഫ്രെയിം റേറ്റ് അങ്ങ് കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് തോന്നിയിടത്ത് മറ്റേ കട്ട് ചെയ്യാനും മറ്റേ ഡ്യൂറേഷൻ പറയുന്ന പോലെ കൂട്ടാനും ഒക്കെ ഉപകാരപ്പെട്ടു. ഇതിൽ പിന്നെ സുദേവ് നായരിന് സുഖമായിരുന്നു. പുള്ളിക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു ജീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ബൊലേറോ. അതിലാണ് ഒരു 75% സീനും സുദേവ് നായറിൻ്റെ ഫുള്ളും. അതായത് ഇയാൾ മറ്റേ ജീപ്പിൽ മറ്റേ റിഗും വെച്ചിട്ട് അങ്ങോട്ട് വിട്ടോ ഈ റൂട്ട് വിട്ടോ. കോമഡി എന്താണെന്ന് വെച്ചാൽ മിക്കതും ഒരേ റൂട്ട് തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവരെന്നിട്ട് ഓരോ അപ്പുറത്തെ പോലീസുകാർ ഓരോ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് ഇയാളെ വിളിക്കും. സുദേവ് നായർ അപ്പം ജീപ്പിലാണ്. അതെന്താണ് കാണിക്കുന്നത്? അല്ലെ പിന്നെ ഇയാൾ വേറെ എവിടെയെങ്കിലും സ്ഥലം കാണും. ഇത് ഒരേ ജീപ്പിൽ തന്നെ ഓരോ ദിവസം വിളിക്കുമ്പോൾ ഇയാൾ ഒരേ റൂട്ടിൽ ഒരേ ജീപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്കപ്പോൾ ഒന്ന് അവനെ അന്വേഷിക്കണം, അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ തലയാട്ടി ഓരോ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കും. അതുമാത്രമാണ് സുദേവ് നായരുടെ പരിപാടി. പിന്നെ സുദേവ് നായരിന് ഉള്ളതൊരു ഒരു 3-ാമത്തെ എപ്പിസോഡിന് ശേഷം കഥ മുക്കാലും നടക്കുന്ന ഒരൊറ്റ റൂമിലാണ്. ഒരു റൂമിലൊരു പച്ച ലൈറ്റൊക്കെ ഇട്ട് പോലീസ് സ്റ്റേഷൻ ഇൻട്രോഗേഷൻ റൂമായിട്ടൊക്കെ കാണിച്ച് കോമാളി ലൈറ്റും വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും കോമാളിത്തരം കാണിച്ചു വെച്ച, അഭിനയിച്ചവരും ടെക്നീഷ്യൻസും എല്ലാവരും കാണിച്ചു വെച്ചൊരു ലൊട്ടിലൊടുക്ക് വർക്കാണ് ഈ കമ്മട്ടം. മലയാളത്തിൻ്റെ വെബ് സീരീസിനൊരു അപമാനമാണ്. ഫസ്റ്റ് ഇറങ്ങുന്നു ഇന്ന ചാനലിൽ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അത് അഭിമാനമല്ല, അപമാനമാണ് ഈ സീരീസ് എന്നാണ് എൻ്റെ ഒരു വിലയേറിയ അഭിപ്രായം. ഈ സീരീസ് കണ്ട ആർക്കെങ്കിലും ജെന്യുവിനായിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യാം. കാരണം ഇത് അത്രയ്ക്കും തരം താഴ്ന്നൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല.